voice of God. God through evangelist Shaji Joseph. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം മാത്രം. എന്റെ ലക്ഷ്യം ജയം മാത്രം. കോട്ടയം പട്ടണത്തെ അതിശയിപ്പിച്ച വെളിപ്പാടുകളുടെ ആത്മീയ സത്യ. പവർവിഷൻ ചാനലിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ കണ്ടിട്ട് ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ അവിടെ ഇരുന്ന് കേൾക്കുകയും അതിൽ വരുന്ന മറ്റു പല മെസ്സേജിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന്. നിന്റെ സ്വന്തം ശക്തി കൊണ്ടും സ്വന്തം താല്പര്യം കൊണ്ടും എടുത്ത് ഓടരുത്. ആദ്യം ശക്തി പ്രാപിക്കണം, ആദ്യം ബലം പ്രാപിക്കണം. സാധാരണ കേൾക്കുന്ന ലോകത്തിലേക്കും ലോകം തരുന്ന സന്തോഷത്തിലേക്കുമുള്ള മെസ്സേജുകളുടെ ഇടയിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമായി പാസ്റ്റർ ഷാജി ജോസഫിൻ്റെ 2 പുസ്തകങ്ങൾ ഇറക്കിയത് രണ്ടും വായിക്കാൻ എനിക്കിട വന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും മറിച്ച് കളയുന്ന, മാറ്റിമറിക്കുന്ന ഒരു അനുഭവമായിരുന്നു അത്. എന്താണെന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്നത്. രണ്ട് ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഒന്ന് യേശുവിലേക്കുള്ള ശുശ്രൂഷ, രണ്ട് യേശുവിന്റെ ശുശ്രൂഷ. വിധി കണ്ടെത്തിയ കോട്ടയത്തെ ആത്മീക ജനം. വലിയൊരു വെളിപാടാണ്, അനുഗ്രഹമായിരുന്നു. ഈ 3 ദിവസത്തെ മെസ്സേജ് വളരെ അനുഗ്രഹമായിരുന്നു. മനുഷ്യന്റെ അവൈലബിലിറ്റിയും ദൈവത്തിന്റെ എബിലിറ്റിയും കൂടെ അത് കൂടി ചേരും. ചേഞ്ചസ് ദൈവം ഉണ്ടാക്കും. ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പക്ഷെ ഒരു വിഷയം, എപ്പോൾ നമ്മൾ ലോകത്തിലേക്ക് മാറുന്നു അപ്പോൾ ദൈവാത്മാവിന്റെ ശക്തി മാറി നിൽക്കും. കാരണം ലോകത്തിന് അവനെ പ്രാപിക്കാൻ കഴിയുള്ളതല്ല. മറഞ്ഞിരുന്ന നിധി കിട്ടിയ പ്രതീതിയോടെ ഈ 3 ദിവസം വളരെ അനുഗ്രഹം, തുടർന്ന് കേൾക്കാനുള്ള ആഗ്രഹം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ദ വോയിസ് ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, നമ്മളൊരു പുതിയ സന്ദേശം കേൾക്കുവാൻ പോവുകയാണ്. മടക്കയാത്ര വളരെ പ്രാധാന്യമർഹിക്കുന്ന, മാനുഷിക ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ സന്ദേശം എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനിടയായി. എൻ്റെ ചിന്തകളിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനിടയായി. ആത്മീയമായി അടുത്തൊരു തലത്തിലേക്ക് ഉയരുവാൻ ഈ സന്ദേശം എന്നെ സഹായിച്ചു. തീർച്ചയായും ഈ സന്ദേശം നിങ്ങളെയും സഹായിക്കും. നമുക്ക് ഒരുമിച്ച് ഈ സന്ദേശത്തിനായി ചെവി കൊടുക്കാം. കർത്താവേ, ദൈവം ചെറിയൊരു പാപം ചെയ്യാൻ കഴിയത്തില്ല എന്ന് അങ്ങ് പറയുന്നു. പക്ഷെ ഞാനോ ഇവിടെ സുന്ദരമായിട്ട് പാപം ചെയ്ത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണേ, മനസ്സിലാക്കാൻ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ കർത്താവ് കുഞ്ഞെ നിന്നെ സഹായിക്കും. അതിന് പകരം ഇതിനെ ഇന്റർപ്രിട്ടേഷൻ കൊണ്ട് മറിച്ചാൽ കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? യാക്കോബ് 3:1 കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ കടന്നു വരൂ. അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. എന്റെ വചനത്തെ മറിച്ച് കളയാൻ കുഞ്ഞെ നീ ആരാ? ഞാൻ എന്തെങ്കിലും എഴുതിയത് അങ്ങനെ തന്നെയാ. ദൈവത്തിന് എല്ലാം ഉവ്വ എന്നുള്ളൂ. മനസ്സിലായോ? ഇനി അത് മേ ബി മേ നോട്ട് ബി ഇല്ല. ഹലോ, നിനക്കത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറയുക. എന്റെ മുമ്പിൽ മുട്ടുമടക്ക. നിനക്കതിന് യോഗ്യത ഉണ്ടെങ്കിൽ ഞാൻ വെളിപ്പെടുത്തി തരും. മനസ്സിലായോ? ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ വെളിപ്പെടണമെങ്കിൽ, ആത്മീയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വെളിപ്പെടണമെങ്കിൽ യോഗ്യത വേണമെന്ന്. അല്ലാണ്ട് ചുമ്മാ ഒന്നും വെളിപ്പെടത്തില്ല. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ സ്വർഗത്തിലൊരു കരച്ചിൽ. ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലും കരച്ചിലുണ്ട്. ആരാ കരണെന്നറിയാമോ? യോഹന്നാൻ. എന്താ വിഷയം? ഒരാത്മീയ രഹസ്യം എഴുതിയിരിക്കുന്ന പുസ്തകമുണ്ട് സ്വർഗത്തിൽ. 7 മുദ്രയാ മുദ്രയിട്ടിരിക്കുക. പൊട്ടിക്കാൻ ആരുമില്ല.
ആരും ഇല്ലെന്നല്ല, നമ്മളോട് പറഞ്ഞാൽ പടപടാന്ന് പൊട്ടിച്ചു തരും. പക്ഷെ അവിടെ പറ്റത്തില്ലോ. യോഗ്യത വേണം. പുസ്തകം തുറക്കാൻ എന്നെ വേണം? യോഗ്യത വേണം. ആ യോഗ്യത വേണം. ആരുമില്ല. യോഗ്യത ഇല്ലാത്തവനെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാ യോഗ്യത ഉണ്ടെങ്കിൽ അത് തരുമെന്ന് പറഞ്ഞേ. ആമേൻ. യേശുവിനെ കുറിച്ച് പറയുകയാണ്. അവിടെ ഒരു മൂപ്പം വന്നിട്ട് പറയാം, യോഹന്നാനെ നീ കരയണ്ട. എന്താ കാര്യം? ഒരുവൻ യോഗ്യത പ്രാപിച്ചിരിക്കുന്നു. അതാരാ യോഗ്യത പ്രാപിച്ചേ? യേശു കർത്താവ് യോഗ്യത പ്രാപിച്ചു. എന്താ യോഗ്യത? അവൻ കാൽവരിയിൽ അറുക്കപ്പെട്ടു. ഇതാ യോഗ്യത. അറുക്കപ്പെടുന്നതാ യോഗ്യത. അറുക്കപ്പെടുന്നതിന്റെ ലെവലനുസരിച്ച് ആത്മീയ മരങ്ങൾ, പ്രിയ കുഞ്ഞെ, നിന്നിലൂടെ സ്വർഗത്തിൽ ദൈവം വെളിപ്പെടുത്തി വെളിയിലിറക്കും. ആമേൻ. ഇതിന്റെ പേരാ രാജ്യത്വ ശുശ്രൂഷ. രണ്ടാമത്തെ പുസ്തകം ജയിക്കാനായി വീണ്ടും ജനിച്ചാൽ ഇത് എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എല്ലാ ആത്മീയ കാര്യങ്ങൾക്കും ഒരു യോഗ്യത ആവശ്യമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, അപ്പോൾ ഈ വചനത്തിന്റെ റിസൾട്ട് വരുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എവിടെയൊക്കെയോ തെറ്റിപ്പോയി. എവിടെയൊക്കെയോ ദ സ്പൈഡേഴ്സ് വെബ് ഓർ ഡെവിൾസ് വെബ്, പിശാചിന്റെ നെറ്റ് നമ്മൾ കുടുങ്ങിയത് കൊണ്ടായി പ്രശ്നം പറ്റിയത്. ആമേ. കാരണം അവിടെയൊക്കെ ഇതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ നമ്മൾ നമ്മുടെ സ്വയത്തിലേക്ക് പോയി. ഇതാ പ്രശ്നം. എപ്പോൾ നമ്മുടെ സ്വയത്തിൽ നാം കാര്യങ്ങൾ നടത്തുന്നുവോ നാം പിശാചിന്റെ കിണ്ടത്തിന്റെ കീഴിലാണ്. ആമേ. എപ്പോഴൊക്കെ നാം സ്വയത്തെ ത്യജിക്കുന്നുവോ നാം ദൈവത്തിന്റെ കിണ്ടത്തിന്റെ കീഴിലാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. സാത്താന്റെ വെബ് നെറ്റ് നമ്മളെ പിടിച്ചു കെട്ടി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ MBBS അയച്ചു, 5 വർഷം MBBS പഠിച്ചു. എന്നിട്ട് MBBS കഴിഞ്ഞ് നിങ്ങളുടെ കുഞ്ഞ് വീട്ടിൽ വന്നു. നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ എൻ്റെ മോള് ഡോക്ടറാട്ടോ, എൻ്റെ മോള് ഡോക്ടറാ. അപ്പോൾ ആരോ ഒരാളൊരു പ്രശ്നമായിട്ട് വന്നു, മോളെ ഈ കുഞ്ഞിനൊരു പനിയാ, മോളൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ മാറുക. മമ്മി എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ അറിഞ്ഞൂടാ മമ്മി. എന്ത് പഠിച്ചു കഴിഞ്ഞു വന്നതാ? ഡോക്ടർ. ഇനി പഠിച്ച് മുഴുവൻ കഴിഞ്ഞു വന്നതാ. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഉടനെ എന്താ ചിന്തിക്കാൻ പോണേ? ഇവള് ഈ 5 വർഷം അവിടെ എന്നാ ചെയ്യുമായിരുന്നു? പക്ഷെ ഇവള് ഫുൾ ടൈം അങ്ങ് പഠിത്തമായിരുന്നല്ലോ. രാവും പകലും പഠിത്തവും റെക്കോർഡ് എഴുത്തും പരിപാടിയൊക്കെയാ. പക്ഷെ ഇവക്കിപ്പോ എന്നാ വരണില്ല, ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും അറിഞ്ഞുകൂടാ. ഇനി സഭയിലേക്ക് നോക്കിയേ, ഫുൾ ടൈം അങ്ങ് പരിപാടിയാ. ഒന്നിനും സമയമില്ല, ഫുൾ ടൈം അങ്ങ് പരിപാടിയാ. ഹല്ലേലൂയ. ആരെ ചോദിച്ചാലും എന്നാ പറയണേ? സമയമില്ലെന്ന് പറഞ്ഞ. എന്താ മീറ്റിംഗ് പറഞ്ഞ? സമയമില്ല, ഫുൾ ടൈം അങ്ങ് പരിപാടിയാ. ആമേൻ, ഹല്ലേലൂയ. ഈ ഫുൾ ടൈം പരിപാടി കഴിഞ്ഞിട്ട് കുഞ്ഞെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നീ ദൈവത്തെ ജനിച്ചാല് പാപം ചെയ്യാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ്? അവൻ ദൈവത്തിന്റെ വിത്ത് അവിടെ കിടക്കുന്നു, അവൻ പാപം ചെയ്യുന്നില്ല. ഈ റിസൾട്ട് കുഞ്ഞിന്റെ ജീവിതത്തിൽ വന്നോ? ഒരു ഇഞ്ചക്ഷൻ എങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ടോ? ഫുൾ ടൈം പഠിത്ത എങ്കിൽ ആ കോളേജിന് എവിടെയോ എററുണ്ടല്ലോ. ആ കോളേജിൽ എവിടെയോ എററുണ്ടല്ലോ. അമ്മേ, ദൈവത്തിന്റെ വചനം പറയാം, അവൻ പാപം ചെയ്യാത്തതിന്റെ കാരണം എന്നറിയാമോ? പാപം ചെയ്യാനുള്ള കഴിവില്ലാഞ്ഞിട്ടാ. അപ്പൊ നമ്മൾ പാപം ചെയ്യണത് എന്തുകൊണ്ടാ? പാപം ചെയ്യാനുള്ള കഴിവുണ്ടായിട്ട്. കഴിവ് എവിടെ കിടക്കുന്നു? ഈ ചെറുപ്പത്തിലെ ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറുപ്പത്തിലെ ഞാൻ വളരെ തല്ലിപ്പൊളിയായിട്ടൊരു കുഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ ഗുണ്ടുണ്ടാക്കുമായിരുന്നു, പടക്കമേ. അപ്പോ ഈ ഗുണ്ടുണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത്, ഇത് പൊട്ടിക്കഴിഞ്ഞ് എല്ലാവരും ഞെട്ടണം. അപ്പൊ അതനുസരിച്ച് ഗുണ്ടുണ്ടാക്കുക. അപ്പൊ ഈ ഗുണ്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിരട്ടയും കുപ്പിച്ചില്ലും ഇതെല്ലാം മരുന്നും വെടിമരുന്നും ഒക്കെ ഇട്ട് കെട്ടി നല്ല ഏറ്റവും ടൈറ്റായിട്ട് കെട്ടി അത്ര സൗണ്ട് ഉണ്ടാവും. കെട്ടി ഞങ്ങൾ ഗുണ്ടുണ്ടാകും. നിങ്ങൾ ഇത് പൊട്ടിക്കഴിയുമ്പോൾ അടുത്ത വീട്ടിലെ ആന്റിമാരൊക്കെ ഒച്ച ഉണ്ടാക്കും, നിർത്തുക. കാരണം എന്താ? പാത്രങ്ങളൊക്കെ കെട്ടകെട്ടാൻ താഴെ വീഴും. അപ്പോൾ ഇതേ രീതിയിൽ ഗുണ്ടുണ്ടാക്കി പൊട്ടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലൊരു ഗുണ്ടുണ്ടാക്കിയിട്ടു തിരിക്ക് കത്ത് പിടിച്ച് ഞങ്ങൾ ഓടി. ഇപ്പം പൊട്ടുമെന്ന് ചിന്തിച്ചു, അകത്തേക്ക് കത്തി തീയേറി, സംഭവം പൊട്ടണില്ല. ഇതെന്തു പറ്റി? ഇത്രയും വലിയ ഗുണ്ട് ഇത് പൊട്ടാഞ്ഞതിന്റെ കാര്യം എന്താ? തീ അടുത്തു കൂടി പോയാൽ മതി, സാധാരണ തീ കത്ത് പിടിച്ച് പൊട്ടണതാ. ഞങ്ങൾ ചെന്നു കുറെ നേരം കഴിഞ്ഞ് അതിനെ പൊളിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി എന്നറിയുമോ? അകത്ത് മരുന്നിടാൻ മറന്നുപോയി. അപ്പം മരുന്നില്ലാത്ത കൊണ്ട് തിരിക്ക് തീ പിടിച്ചാലും
പൊട്ടത്തില്ല. നല്ല സന്ദേശമാണല്ലേ? ഗ്ലോറി, ഹല്ലേലൂയ. മരുന്നില്ലാത്ത കൊണ്ട് തിരിക്ക് തീ പിടിച്ചാലും പൊട്ടത്തില്ല. മരുന്നുള്ള കൊണ്ട് തിരിയില്ലേലും അടുത്തിക്കൂടെ തീ പോയ പൊട്ടും. മനസ്സിലായോ? ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി. അപ്പൊ പാപം ചെയ്യത്തില്ല എന്നൊക്കെ പിടിച്ച് നിന്ന് കഴിഞ്ഞാലും ദൈവത്തിന്റെ ഹൃദയമുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഒരു ബത്ശബയെ കണ്ടാൽ പൊട്ടും. മനസ്സിലായോ? ദാവീദിന്റെ ജീവിതത്തിലേക്ക് മാത്രം നോക്കണ്ട, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാൻ വേണ്ടിയാ പറഞ്ഞേ. ഗ്ലോറി, ഹല്ലേലൂയ. ബ്രദറെ, എനിക്ക് ചെയ്യരുത് ഭയങ്കര ആഗ്രഹത്തോടെ ഞാൻ പോയെ, ഞാൻ ഭയങ്കര തീരുമാനമൊക്കെ എടുത്താ പോയെ. പക്ഷേ അവിടെ ചെന്നപ്പോ അവളുടെ വാക്കങ്ങ് കേട്ടപ്പോ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ പൊട്ടി. സോറി. കാരണം പൊട്ടാനുള്ള മരുന്ന് അകത്തുണ്ടായിരുന്നു. പൊട്ടാനുള്ള മരുന്ന് അകത്ത് ഉണ്ടായിരുന്നു. ഈ പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള വ്യത്യാസം ഇതുവരെ സഭയ്ക്ക് പിടുത്തം കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം കർത്താവ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി എനിക്ക് പറഞ്ഞു തന്നായിരിക്കും. ഞങ്ങളുടെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മകള് പറഞ്ഞു, പപ്പ ഇവിടെയൊക്കെ ഭയങ്കര ഗട്ടറിന്റെ മണം, നാറ്റ്, സെപ്റ്റി ടാങ്കിന്റെ നാറ്റം. അപ്പൊ ഞാനത് നോക്കാനായിട്ട് വെളിയിലിറങ്ങി ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ സെപ്റ്റി ടാങ്കിന്റെ സിമെന്റ് ഇട്ട ഭാഗത്തെ സിമെന്റ് ഇളകിപ്പോയിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അകത്തുള്ള അഴുക്കിന്റെ സ്മെല്ല, നാറ്റം പുറത്തേക്ക് വമിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഞാൻ പോയി കുറച്ച് നെറ്റ് വാങ്ങിച്ചുകൊണ്ട്, ഇരുമ്പിൻ്റെ മെഷ് വാങ്ങിച്ചു, കുറച്ച് ചരലും കുറച്ച് സിമെൻറ്റും എല്ലാം കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ആ നെറ്റ് ആദ്യം ഇട്ടു, ഇനി വിട്ടുപോകാതിരിക്കാൻ. ആ നെറ്റിൻ്റെ മുകളിൽ ഈ സിമെൻറ്റും ചരലും എല്ലാം കൂടി കുഴച്ച് ഞാൻ അതിൻ്റെ മുകളിലിട്ടു അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയാ, മോനെ ഇതിൻ്റെ പേരാ ന്യായപ്രമാണം. ഇതിൻ്റെ പേരാ ന്യായപ്രമാണമെന്ന്. ഗ്ലോറി, ഞാൻ ചോദിച്ചു ഇതിന്റെ പേരാ ന്യായപ്രമാണം? അതെ, ഞാനേ ഈ ന്യായപ്രമാണം തന്നത് ഇതിനു വേണ്ടിയാ. ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന അനുഗ്രഹീതമായ പുതിയൊരു പുസ്തകം, പുതിയൊരു സന്ദേശം. ഇതിന്റെ പ്രൂഫ് വായിച്ച ദൈവദാസന്മാർ ചിലർ അഭിപ്രായപ്പെട്ടത് ഇത് നന്മയിലേക്കുള്ള ഒരു ആത്മീയ വിപ്ലവമായി തീരും ഈ പുസ്തകത്തിലെ സന്ദേശം എന്നാണ്. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു വഴിത്തിരിവായിരിക്കും. തീർച്ചയായും ഈ പുസ്തകത്തിലെ വചനങ്ങൾ നിങ്ങൾക്ക് ഒരു ആത്മീയ ഉണർവും ഒരു ആത്മീയ സന്തോഷവും ഒരു നവചൈതന്യവും ഉണ്ടാക്കും. ദൈവരാജ്യം അവകാശമാക്കുവാൻ ഈ പുസ്തകത്തിലെ സന്ദേശം നിങ്ങളെ സഹായിക്കും. ഞാനേ ഈ ന്യായപ്രമാണം തന്നത് ഇതിനു വേണ്ടിയാ. ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ മനസ്സിലാകത്തില്ല. ന്യായപ്രമാണം തന്നത് നിന്റെ അകത്തുള്ള നാറ്റം പുറത്തേക്ക് വരാതിരിക്കാനാ ഈ ന്യായപ്രമാണം തന്നത്. ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു കണ്ണാടിക്ക് തുല്യമാ. കണ്ണാടി, ഈ കണ്ണാടിയിലേക്ക് നീ നോക്കുമ്പോ കുഞ്ഞെ നീ നിന്നെ കാണുകയാ. ഇതുപോലെ ന്യായപ്രമാണത്തിലേക്ക് നോക്കുമ്പോ നീ നിന്നെ കാണും. ന്യായപ്രമാണത്തിലേക്ക് നോക്കുമ്പോ ദൈവം നിന്നെ കണ്ടിട്ട് നിന്റെ ജീവിതത്തിലെ ചിലതൊക്കെ പുറത്തു വരാതെ തടയുകയാ. നീ അനേക ദൈവങ്ങളുടെ പുറകെ പോകുന്നത് കണ്ടപ്പോ ദൈവം പറഞ്ഞു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. എന്റെ കാരണം, ഞാൻ മറ്റു പല ദൈവങ്ങളുടെ പുറകെ ഓടുക. അപ്പോ ഇനിയും പറയാ പല വിഗ്രഹങ്ങളും ഉണ്ടാകാനുണ്ടപ്പോ ദൈവം പറഞ്ഞു ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. അതിന്റെ അർത്ഥം നീ പല വിഗ്രഹങ്ങളും ഉണ്ടാക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. നീ ദൈവത്തിന്റെ നാമം വൃഥാ പ്രയോഗിക്കുകയാ. കൊല ചെയ്യരുത്, നീ കൊല ചെയ്യുകയാ. വ്യഭിചാരം ചെയ്യരുത്, ഞാൻ വ്യഭിചാരം ചെയ്യുകയാ. അപ്പൊ കുഞ്ഞെ, ന്യായപ്രമാണത്തിലൂടെ നീ ആരാ കാണുന്നേ? നീ നിന്നെ തന്നെയാ കാണുന്നേ. കുഞ്ഞെ, ആ വൃത്തികെട്ട രൂപമാണ് നാം കാണുന്നത് ന്യായപ്രമാണത്തിലൂടെ. ഞാൻ ആരാ? മനസ്സിലായോ?
ന്യായപ്രമാണം എന്ന കണ്ണാടിയിലൂടെ നമ്മൾ നമ്മളെ തന്നെ കാണുകയാ. ഹല്ലേലൂയ. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, അന്യനെ മോഹിക്കരുത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ സ്വഭാവമൊക്കെ ആരുടെ ഉള്ളിലുണ്ട്? കുഞ്ഞെ, എന്റെയും നിങ്ങളുടെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? മനസ്സിലായോ? ഈ ന്യായപ്രമാണം എന്താ ചെയ്യണേ? ഇത് എടുത്ത് കളയല്ല, ഇത് പുറത്തു വരാതെ മൂടുകയാ. ചെയ്യരുത്, ചെയ്യരുത്, ചെവിനിട്ടടയ്ക്ക. ചെയ്യരുത്, 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 ചെവിനിട്ട് അടയ്ക്കാന്നേ. ഗ്ലോറി. വല്ലതും മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? പക്ഷെ ആളാര് തന്നെയാ? ആള് പഴയ ആള് തന്നെയാ. എന്തുകൊണ്ടാ ചെയ്യാതിരിക്കണേ? ഞങ്ങളുടെ ഷാർജയിലും ഒരു സിഗ്നൽ, ഒരു ജംഗ്ഷൻ, ഭയങ്കര ആക്സിഡന്റ് നടക്കുന്ന ഒരു ജംഗ്ഷനാണ്. ഈ ആക്സിഡന്റ്, ഭയങ്കരമായ ആക്സിഡന്റ് നടക്കുന്നത് കൊണ്ട് ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു. ആക്സിഡന്റുകൾ ഒഴിവാക്കുവാൻ അവിടെ ഒരു സിഗ്നൽ സ്ഥാപിക്കാം. ഇതേപോലെ മനുഷ്യരുടെ ജീവിതത്തിൽ അതിക്രമങ്ങൾ, ലംഘനങ്ങൾ വർദ്ധിച്ചപ്പോൾ സ്വർഗത്തിലെ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ന്യായപ്രമാണം എന്തിനെന്നൊരു ചോദ്യം ഇടേണ്ട. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം കഴിഞ്ഞ സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും. ലംഘനങ്ങൾ നിമിത്തം പറഞ്ഞേ, ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാ. അപ്പൊ ന്യായപ്രമാണം ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്ത. മതി 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 മതി. ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാ. പാപങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാ. ആ ഷാർജ പട്ടണത്തിൽ ആ പ്രത്യേക ആക്സിഡന്റ് ഉണ്ടാകുന്ന ആ ജംഗ്ഷനിൽ ആ സിഗ്നൽ സ്ഥാപിച്ചത് ആക്സിഡന്റുകൾ നിമിത്തം ആ സിഗ്നൽ സ്ഥാപിച്ചത്. മനസ്സിലായോ? ന്യായപ്രമാണം എന്തിന്? അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാ. ആക്സിഡന്റുകൾ ഒഴിവാക്കാനായിട്ട് ആ സിഗ്നൽ വെച്ചതാ. ഇതേപോലെ തന്നെ പാപങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ത് തന്നേക്കണേ? ന്യായപ്രമാണം തന്നെ. അത് പാപം ചെയ്യുന്ന മനുഷ്യനെ മാറ്റുകയല്ല അവിടെ ചെയ്യുന്നേ, പാപങ്ങൾ ഒഴിവാക്കുകയാണ്. മനസ്സിലായോ? ഗ്ലോറി. ഇനി പെട്ടെന്ന് ആ ഗവൺമെന്റ് ഒരു തീരുമാനം, പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ അത് വെച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞ അടുത്ത ഒരു കൗൺസിലർ വന്നപ്പോൾ അദ്ദേഹത്തിനൊരു തോന്നി. അദ്ദേഹം ഉടനെ സിഗ്നൽ എടുത്തു മാറ്റി. ഈ സിഗ്നൽ വെച്ചപ്പോൾ ഇന്നലെ വരെ വളരെ സ്പീഡിൽ വന്ന പിക്കപ്പും അതോടൊപ്പം തന്നെ ബസ്സും എല്ലാം എന്ത് ചെയ്യും? ഇന്നലെ വരെ ഞങ്ങൾ അടിച്ചു മിന്നിച്ചു പോവുമായിരുന്നു കൂടെ. ആ സിഗ്നൽ റെഡ് കത്തിയാൽ ഉടനെ എന്ത് ചെയ്യും? ഒരു ബ്രേക്ക് കാല് ചവിട്ടും. കാരണം എന്താ? റെഡ് സിഗ്നൽ. മനസ്സിലായോ? ഹല്ലേലൂയ. വ്യഭിചാരം ചെയ്യുവാൻ ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ മുന്നോട്ടേക്ക് വരുമ്പോൾ ന്യായപ്രമാണം കടന്നു വന്നിട്ട് പറയും, വ്യഭിചാരം ചെയ്യരുത്. മനസ്സിലായോ? ഇനി ഒരു ദിവസം ഈ സിഗ്നൽ എടുത്ത് കളയാന്ന് ചിന്തിച്ചേ, എന്നാ ചെയ്യും? ആ ലോറിയൊക്കെ എന്നാ ചെയ്യും? പഴയതുപോലെ അവിടുത്തെ വെച്ചടിച്ചങ്ങ് പോകും. മനസ്സിലായോ? കാരണം എന്താ? സിഗ്നലുകൾക്ക് പുള്ളിയുടെ ഉള്ളിൽ ഒരു മാറ്റം കൊടുക്കുവാൻ കഴിഞ്ഞില്ല. സിഗ്നലുകൾ കൊണ്ട് പുള്ളിയെ റെസ്ട്രിക്ട് ചെയ്യുകയായിരുന്നു, ആ വ്യക്തിയെ റെസ്ട്രിക്ട് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. പ്രിയരെ, ആ സെപ്റ്റിക് ടാങ്കിന്റെ ഉള്ളിലെ അഴുക്കിന്റെ സ്മെല്ല് വെളിയിലേക്ക് വരുമ്പോൾ ആ സെപ്റ്റിക് ടാങ്കിനെ കോൺക്രീറ്റ് ചെയ്ത് അടച്ചു കളയുന്നത് പോലെ, അതിന്റെ സ്മെല്ല് വെളിയിൽ വരാതെ അടച്ചു കളയുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ പാപ മനുഷ്യൻ, ജഡമോഹത്താൽ കറ പിടിച്ചു പോയ പാപ മനുഷ്യൻ വെളിയിൽ വരാതെ ന്യായപ്രമാണം തടയുകയായിരുന്നു. പാപ മനുഷ്യൻ എവിടെ തന്നെ ഉണ്ട്? അകത്ത് തന്നെ ഉണ്ട്. ഇതാണ് മരുന്ന്. ഈ മരുന്ന് അകത്തുണ്ടെങ്കിൽ പൊട്ടും. മനസ്സിലായോ? ഈ മരുന്ന് അകത്തുണ്ടെങ്കിൽ പൊട്ടും. എല്ലാറ്റിന്റെ അകത്ത് ഈ മരുന്നുണ്ട്. പൗലോസിന്റെ അകത്തുണ്ടായിരുന്നു. വെളിപ്പാട് കിട്ടിയപ്പോഴാ പുള്ളിക്ക് മനസ്സിലായ ഈ മരുന്നിനെ എടുത്തു കളയാൻ വേറൊരു മാർഗം ഉണ്ടെന്ന്. അദ്ദേഹം പറയുകയാണ് റോമലേഖനം 7, ഞാൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ
ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ലെന്നേ, ഞാൻ ആഗ്രഹിക്കുന്ന തിന്മ ഞാൻ ചെയ്തു പോകുന്നു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എന്റെ ഉള്ളിൽ പാപം വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. കണ്ടോ? സ്പിരിച്വൽ ഡിസ്കവറി. ആമേൻ. സ്പിരിച്വൽ ഡിസ്കവറി. വെളിപ്പാട് കിട്ടിയതാ. ഉടനെ അദ്ദേഹം കരഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഇതേപോലത്തെ ഒരു കരച്ചിലുണ്ടെങ്കിൽ കൃപയുടെ സ്വിച്ച് ഇതാ. കൃപയുടെ സ്വിച്ചാണ്. ഏമേ, ഇതാണ് കൃപയുടെ സ്വിച്ച്. ഉടനെ കൃപ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് വെളിപ്പാട് കിട്ടുകയാണ്. ഏമേ, പുതിയൊരു നിയമം അദ്ദേഹത്തിന് വെളിപ്പാടായിട്ട് കിട്ടുകയാ. ആ നിയമത്തിന്റെ പേരാ ദ ലോ ഓഫ് ദ സ്പിരിറ്റ്. ഏമേ, നമ്മുടെ സന്ദേശത്തിന്റെ ഹെഡിങ് ഒന്ന് മടക്കയാത്രയും ആത്മാവിന്റെ നിയമവും. ഏമേ, റിട്ടേൺ ജേർണി ആൻഡ് ലോ ഓഫ് ദ സ്പിരിറ്റ്. ഹല്ലേലൂയ. അദ്ദേഹത്തിന് ഒരു പുതിയ നിയമം വെളിപ്പെട്ടു, ലോ ഓഫ് ദ സ്പിരിറ്റ്. ഇന്ന് സഭ ആ നിയമത്തിന്റെ കീഴിലാണ്. പക്ഷെ സഭയ്ക്ക് പോലും അറിഞ്ഞുകൂടാ ലോ ഓഫ് ദ സ്പിരിറ്റിന്റെ കീഴിലാണെന്നുള്ള കാര്യം. ആമേൻ. ഇനി ലോ ഓഫ് ദ സ്പിരിറ്റിലെ പരിപാടി എന്താണെന്നറിയാമോ? പാവങ്ങളെ തടയുകയല്ല. ലോ ഓഫ് ദ സ്പിരിറ്റ് റോമൻസ് 8ന്റെ ബിഗിനിങ്ങിലാണ് പറഞ്ഞിരിക്കണേ. 8ന്റെ 1, 2, 3 വാക്യങ്ങൾ ലോ ഓഫ് ദ സ്പിരിറ്റ് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് കിടക്കും. നിങ്ങൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ട. ആമേൻ. ഈ ലോ ഓഫ് ദ സ്പിരിറ്റ് ചെയ്യുന്ന ന്യായപ്രമാണം ചെയ്യുന്ന പരിപാടിയല്ല. ടോട്ടലി ഡിഫറൻസ്. ആമേൻ. പ്രിയരെ, ലോ ഓഫ് ദ സ്പിരിറ്റ് ന്യായപ്രമാണം ഈ പാപം ചെയ്യുന്ന മനുഷ്യനെ വെളിപ്പെടാതെ തടയുക. വെളിപ്പെടരുത്, നീ ലോകത്തിലേക്ക് വെളിപ്പെടരുത്, നീ ലോകത്തിലേക്ക് വെളിപ്പെടരുത്. എന്നാൽ ലോ ഓഫ് ദ സ്പിരിറ്റ് ചെയ്യണമെന്നറിയാമോ കുഞ്ഞെ? ഇപ്പോൾ ഞാൻ അവിടെ സിമെന്റ് വെച്ച് അടങ്ങുന്നതിന് പകരം ഞാനൊരു വണ്ടി വിളിക്കുക, സ്യൂവേജ് ടാങ്കർ. കണ്ടിട്ടില്ല ഈ നാട്ടിലൊക്കെ ഈ സെപ്റ്റിക് ടാങ്കിൽ അഴുക്കെടുത്തോണ്ട് പോകുന്നേ? ഒരു സ്യൂവേജ് ടാങ്കർ വിളിച്ചിട്ട് ഞാൻ പറയും ഇതിനുള്ളിൽ മുഴുവൻ അഴുക്ക, ഇത് മുഴുവൻ എടുത്തോണ്ട് പോകും. അവരെന്ത് ചെയ്യും? അവരുടേതായ ഓസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നിമിഷ നേരം കൊണ്ട് അവരുടെ മോട്ടർ പോകുന്നെങ്കിൽ ഇതിനുള്ള സകല അഴുക്ക് എടുത്തോണ്ട് പോയി അതിനെ ക്ലീൻ ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ മരുന്നകത്തുണ്ടോ? മരുന്നകത്തുണ്ടോ? ഇതാണ് ലോ ഓഫ് ദ സ്പിരിറ്റ് ചെയ്യണത്. ആത്മാവിന്റെ നിയമം ചെയ്യണത് പാപം ചെയ്യുവാനുള്ള കഴിവ് കുഞ്ഞെ നിന്റെ അകത്ത്, എന്റെ അകത്തുള്ളതിനെ എടുത്തൊക്കെ കളയുക. ന്യായപ്രമാണം ചെയ്യുന്നത് പാപം ചെയ്യുന്ന മനുഷ്യനെ അതേപോലെ നിർത്തിയിട്ട് ഈ പാപം ചെയ്യുന്ന മനുഷ്യൻ പുറത്തു വരാതെ തടയുകയാണ്. എന്നാൽ ആത്മാവിന്റെ നിയമം ചെയ്യുന്നത് ഈ പാപം ചെയ്യാനുള്ള മനുഷ്യന്റെ അകത്തുള്ള ആ മരുന്ന്, പാപം ചെയ്യുന്ന മനുഷ്യനെ അവനെ അങ്ങനെ തന്നെ എടുത്തങ്ങ് കളയുകയാണ്. ഇവന്റെ അകത്തുനിന്ന് ആ മരുന്ന് എടുത്ത് കളഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ ഒരു പാപം ചെയ്യാൻ കഴിയത്തില്ല. മനസ്സിലായോ? ഇതാ ദൈവവചനം പറയുന്നത്, 25 പാപം ചെയ്യാൻ കഴിയത്തില്ലെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഇതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ വരും. നിങ്ങൾക്ക് വലിയ ആഗ്രഹം ആ മനുഷ്യനായി തീരണം എനിക്കും, ഇല്ലേ? പാവം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി മുമ്പിൽ കിടക്കുക. ബ്രദറെ എനിക്ക് ചെയ്യാൻ പറ്റണില്ല ബ്രദറെ. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഒരു പാവം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി മുമ്പിൽ കിടക്കുക, എനിക്ക് ചെയ്യാൻ പറ്റണില്ല. കാരണം കുഞ്ഞെ നിന്റെ അകത്ത് മരുന്നില്ലാത്തതുകൊണ്ടാണ് പറ്റാത്തേ. ഏമേ, നമ്മൾ സാധാരണ എങ്ങനെയാ പറയണേ? എന്നെ അതിലേക്ക് അങ്ങ് വലിച്ചോണ്ട് പോകുന്ന ആര്? വേറെ ആരുമല്ല കുഞ്ഞെ, നിന്റെ അകത്തുള്ള മരുന്നാ. മനസ്സിലായോ? ഹല്ലേലൂയ. ഇത് ഞാൻ പ്രസംഗിക്കുന്ന പുതിയ നിയമം കേട്ടോ. ഏമേ, നമുക്ക് പുതിയതായിട്ട് തോന്നുന്നേ ഉള്ളൂ. ഇത് 2000 വർഷങ്ങൾ മുമ്പ് കർത്താവ് ഇൻസ്റ്റോൾ ചെയ്തതാ. ഏമേ, ഹല്ലേലൂയ. പക്ഷേ നമ്മൾ ഇതിന്റെ ഫെസിലിറ്റി ഒന്നും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. നമ്മൾക്ക് ഇതിന്റെ ഫെസിലിറ്റി ഒന്നും അനുഭവിക്കാൻ പറ്റാഞ്ഞതിന്റെ കാരണം എന്നാണെന്നറിയാമോ? നമ്മൾ ഇന്ന് പോകുന്ന പഴയ 2 ചെരുപ്പേല ഇതിലേക്ക് നാം കടന്നു വരും. ശ്രദ്ധിച്ചേ, കഴിഞ്ഞ സ്വാഹാർ മീറ്റിംഗ്, ആ ബ്രദർ ഒമാൻ ആ സഹോദരങ്ങളുടെ മീറ്റിംഗ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം നവംബറിലായിരുന്നു തോന്നുന്നു. നവംബർ, ഓക്കെ. ഈ നവംബറിൽ ഞാൻ സ്വാഹാറിലേക്ക് പോകാനായിട്ട് പോകുമ്പോൾ അന്ന് ഞാൻ ദൈവസന്നിധിയിൽ രാവിലെ, കർത്താവെ എന്തെങ്കിലും പ്രസംഗിക്കാൻ പറ്റത്തില്ല, കാരണം ദൈവം തന്നതേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം തന്നത് വേണം കൊടുക്കാൻ. കർത്താവെ ഞാൻ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കിടക്കുന്നത്. അന്നു വേണ്ട ആഹാരം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. ഉടനെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് എഴുന്നേക്കുന്നത്. സ്വപ്നം കണ്ടത് ഇങ്ങനെയാണ്. എനിക്ക് ഒരു ബിൽഡിങ്, ആ ബിൽഡിംഗ് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ബിൽഡിങ്ങിൽ നിന്ന് എനിക്ക് 2 ഷൂ തന്നു കാലിലിടാൻ വേണ്ടി, ഒരു പെയർ ഷൂസ്. ഈ ഒരു പെയർ ഷൂസ് എനിക്ക് തന്നിട്ട് ഞാനത് എൻ്റെ കാലിൽ ഉണ്ടെന്നുള്ള ചിന്തയിൽ ഞാൻ വീണ്ടും ആ ബിൽഡിങ്ങിലേക്ക് നടന്നു ചെല്ലുകയാണ്. ഞാൻ ആ ബിൽഡിങ്ങിലേക്ക് നടന്നു ചെന്നപ്പോൾ
ഞാൻ കാണുന്ന കാര്യം ബിൽഡിങ്ങിൽ കയറാൻ പോവുക. നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ഒരു കാലിലും ഷൂ ഇല്ല. ഞാൻ മറന്നുപോയി ഷൂ ഇടാൻ. ഒറ്റ കാലിലെ ഷൂ ഉള്ളൂ. നിങ്ങളന്ന് ചിന്തിച്ചു നോക്കിയേ, പബ്ലിക് പ്ലേസിൽ നിങ്ങൾ ഒറ്റ കാലം ഷൂ ഇടാൻ ചിന്തിക്കാൻ വയ്യ അല്ലേ? ഇത് കണ്ട ഉടനെ തന്നെ ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് ഓടി. കാരണം എവിടെ മെസ്സേജിന് പോയാലും എനിക്ക് ഷൂ അറിയുന്നതായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒരു പേരെ ചെരുപ്പ് വണ്ടിയുടെ ഉള്ളിലും കിട്ടിയത്. ഞാൻ നേരെ വണ്ടിയിലേക്ക് ഓടി. പ്രിയരെ, മടക്കയാത്ര എന്ന ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ച മുതൽ ഇതേ ചാനലിൽ കടന്നു വരുവാനായിട്ട് ഇടയാകും. നിങ്ങൾ ആരും ഇത് മിസ് ചെയ്യരുത്. വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ മറ്റൊരു ഉയർന്ന ആത്മീയ തലത്തിലേക്ക് കടത്തിവിടുന്ന ഈ വചനങ്ങൾ ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ നിങ്ങൾ പ്രത്യേകിച്ച് ഇത് വാച്ച് ചെയ്യുവാൻ, ജീവിതത്തിൽ അത് പ്രാവർത്തികത്തിൽ കൊണ്ടുവരുവാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. പ്രിയരെ, നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വകീയ പിതാവേ, അപ്പോൾ അങ്ങയുടെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഈ വചനം ഈ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വീണ് അങ്ങ് ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കുവാൻ ഈ മക്കളെ സഹായിക്കണം. ഇവരുടെ സകല ആത്മീക ഭൗതിക വിഷയങ്ങളുടെ പേരും അങ്ങയുടെ കരം നീട്ടുവാൻ ഇടയാകണം. ഇപ്പോൾ രോഗികളായിരിക്കുന്നവരുടെ മേൽ അങ്ങ് തൊടുവാനിടയാകണം. യേശുവിൻ്റെ സൗഖ്യം ഇപ്പോൾ ജനം പ്രാപിക്കുവാനിടയാകട്ടെ. പ്രിയ പിതാവെ, അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സമാധാനം ഇവരുടെ മേൽ കൽപ്പിക്കുന്നു. ഇവരൊരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. പ്രിയരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച ഈ സന്ദേശം ശ്രവിക്കാൻ മറക്കരുത്. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗാഡ്. ഈ എപ്പിസോഡിന്റെ അല്ല എങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സിഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്ബൽ സെന്റർ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ. യേശുനാഥൻ മാറ്റും